ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വയനാടൻ ട്രാവലർ. അപ്പോൾ നമ്മൾ നമ്മുടെ 4 ഡെസ്റ്റിനേഷൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ട്. ഇത് നമ്മുടെ ശരിക്കും പ്ലാനിലുള്ളതല്ല, ലേക്കിൻ്റെ പേര് ഞാൻ മറന്നു. അവിടെ ബോർഡ് കണ്ടിരുന്നു. ഇവിടെ 4 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അതാണ്. നമ്മുടെ ഇപ്പോൾ സമയം 2 മണിയായി. നമുക്കൊരു 4 മണിക്കുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നാലേ നമ്മുടെ ഗേൾസിനൊക്കെ 7 മണിക്ക് മുമ്പ് നമുക്ക് ഹോസ്റ്റലിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വേഗം വിടുകയാണ്. വേഗം പോവുക, നമ്മൾ ലേക്കൊക്കെ കാണുക, അവിടെ നിന്ന് അടിച്ച് പൊളിക്കുക, തിരിച്ചു വരിക. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല അടിപൊളി ഫ്രെയിമാണ് കണ്ടോ. നമുക്ക് ഒരു പഴയ ബിൽഡിങ് പൊളിഞ്ഞെടുക്കുക. കല്ലും കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാ ഫോട്ടോഷൂട്ടാണ്, ഫോട്ടോഷൂട്ട്. അടിപൊളി വ്യൂ ആണ്. അത് അങ്ങോട്ട് ഇതാക്കിയാൽ മതി. നമ്മൾ ആദ്യം പോയ ടെമ്പിളും മസ്ജിദൊക്കെ ഉള്ള സ്ഥലം ഇത് അവിടെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേ പോയി മാണിക്കധാര ഫാള് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. യേശു, hi. Where are you going? Stop that car. TT. You came with that English department? Sociology department. You came with him? Yeah. Okay. Going? Yeah. No, there is one lake. No. Lake is there, no? Yeah. Okay. Bye. Bye. We have a food there. ಹೌದಾ? ಬರ್ಬೇಕಾ? അവിടെ പലാവൊക്കെ ഉണ്ടെന്ന്. ഇവിടുത്തെ അത്യാവശ്യം കഴിക്കാൻ പറ്റിയ ഫുഡുകളിലൊന്നാണ് പലാവ്. വിളിച്ചില്ല, ബർബക്കാന്ന് വെച്ചാൽ ഞങ്ങൾ വരണമെന്നാണ് ചോദിച്ചത്. അവരൊന്നും പറഞ്ഞില്ല. തേച്ചു മൗനം സമ്മതം എന്നായിരുന്നു പണ്ടൊക്കെ. വരണ്ടാന്നുള്ളതായി. ഇങ്ങോട്ട് താഴെ കാറ്. ಅಣ್ಣ ಗೆಲ್ಲಿಕೆರೆ ಏನಿದೆ? ಲೇಕಾ? നമുക്കതാ അതിൻ്റെ ടോപ്പ് കണ്ടോ, അവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെയാണ് എത്തേണ്ടത്. അവിടെ വരെ പോകണം. പൊളിയല്ലേ? വൈബ് വേറെ മൂഡ്. സംഭവം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടെ എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും ഒടുക്കത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഭംഗി കേട്ടോ. നോക്ക്, ചുറ്റും എന്തൊരു ഭംഗിയാണ് കാണാൻ. ക്ലൗഡ്സൊക്കെ കാണാൻ ഒരു രക്ഷയില്ല. എന്താ വണ്ടി എടുത്തിയ? ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ പോയിട്ടും അത് കുറച്ച് മുൻപോട്ട് ബീച്ച് സൈഡിൽ കൂടെ പോയിക്കോ. താഴേക്ക് പോകരുത്. എടാ ക്ലാസ് ശരി വാ. കാരണം ഇവിടെ നമ്മളും നടു റോഡിൽ വണ്ടി വെച്ചാലേ വേറെ ഏതെങ്കിലും വണ്ടിക്കാർ വന്നു കഴിഞ്ഞാൽ പെടും. നമ്മൾ വീണ്ടും വരേണ്ടി വരും. അതായത് നല്ല പാർക്കിംഗ് ഉള്ള സ്ഥലത്ത് കൊണ്ടിട്ട് വെക്കാം. ബാദാസാ നോക്ക്, വഴി നോക്ക്, നല്ല കട്ട ഓഫ് റോഡ് കേട്ടോ. ഇതെന്തോ ഫോർട്ട് എന്തോ ആയിരുന്നു തോന്നുന്നു. കല്ല് വെച്ച് എന്തോ കെട്ടിയിട്ടൊക്കെ. അയ്യോ
അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു. ഒമിനി ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഒമിനി താഴെ വെച്ചിട്ട് നമ്മുടെ കൂടെയുള്ള ഗേൾസൊക്കെ നടന്നു വരുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇവിടം വരെ വന്നു. സംഭവം കണ്ട് അടിപൊളിയല്ലേ? ഏത് വശത്തേക്ക് നോക്കിയാലും അഡാറ് വ്യൂ എന്ന് പറഞ്ഞാൽ അഡാറ് വ്യൂ, ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇതിന് മുമ്പും ഇവിടെ ചിക്കമംഗളൂർ, ബാബാമുടങ്കിരി, പിന്നെ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ വന്നിട്ടുണ്ട്. പക്ഷേ ആകെ 1-2 ഡെസ്റ്റിനേഷൻ മാത്രമേ നമ്മുടെ ടൂർ ഗൈഡ് നമ്മളെ കൊണ്ടുവന്നുള്ളൂ. അന്ന് ശരിക്കും ഞങ്ങൾ അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അന്ന് ഇതേപോലത്തെ ഒരു വ്യൂ ഉണ്ടായിട്ടില്ല, ഇത്ര ഡെസ്റ്റിനേഷൻസും വന്നില്ല. നമുക്കിതിലേ പോവാം. പോട്ടെ നമ്മൾ അഡ്വഞ്ചർ ടൂറിസം. സാ 2 വീഴ്ചയൊക്കെ വീഴ്. പൊളി വൈബ്. കുറച്ച് ട്രക്കിംഗ് ആണ്, ശരിക്കുള്ള വഴി ഇത് അതില്ല കേട്ടോ. അപ്പോൾ കുറച്ച് അഡ്വഞ്ചറായിട്ട് പോകണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ 3 ആളും ഈ വഴി വന്നു. ഇതാണ് നമ്മൾ കാണാൻ വന്ന ലേക്ക്. അതിൻ്റെ അടുത്തേക്ക് ശരിക്കും ഞങ്ങൾ പോയി. ഞങ്ങൾ അതിലേ ഇങ്ങനെ വന്ന് അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഇതിലേക്ക് കയറി വന്നു. അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട്? നമ്മൾ ശരിക്കും ലേക്ക് കാണാനാണ് വന്നെങ്കിലും നമ്മൾ ശരിക്കും ലേക്കിൻ്റെ വശത്തേക്കേ പോയിട്ടില്ല. ലേക്കിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി വന്നിട്ട് നമ്മളതിൻ്റെ മേലെ കയറി. മേലെ അസാധ്യ വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ, രക്ഷയില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഇനി പോവാണ്. ഇന്നത്തെ ട്രിപ്പ് ഏതാണ്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ലിസ്റ്റിൽ ഒരു വാട്ടർഫാളും കൂടി ഉണ്ടായിരുന്നു, ജഹ്രി വാട്ടർഫാൾ. ഇപ്പോൾ നമുക്കൊരു വാട്ടർഫാൾ കിട്ടിയത് കൊണ്ട് ഇനി ചിലപ്പോഴേ അതിലേക്ക് പോവുള്ളൂ. ഇനി അല്ലെങ്കിൽ നമ്മൾ നേരെ യൂണിവേഴ്സിറ്റി പിടിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം യാത്ര ഉണ്ട്. അപ്പോൾ ശരിക്കും 5 മണിയാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. 6-7 മണിക്കുള്ളിൽ നമ്മൾ ഇവിടെ എത്തും. ഇപ്പോൾ 3:30 ഇനി നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കണം. വേറെന്താ, അത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മൾ മൊത്തം 5 ഡെസ്റ്റിനേഷനാണ് കവർ ചെയ്തത്. അതിൽ 4 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാ ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു സ്ഥലത്തുനിന്ന് കാണുമ്പോഴേക്കും ബൈ.